സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാനഡ ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം വഴി വിദേശ കുടിയേറ്റക്കാരെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. കാനഡയിൽ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി വിദേശികളെ കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് വിദേശികളെ കാനഡയുടെ ഒരു പ്രത്യേക പ്രവിൻഷ്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കും. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് കീഴിലുള്ള ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രി ലോട്ടറിയുടെ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 2025 ജൂൺ 23 എക്സ്പ്രസ് എൻട്രി സിസ്റ്റം നറുക്കെടുപ്പ് നമ്പർ 352 പ്രകാരം IRCC തിരഞ്ഞെടുത്ത വിദേശ പൗരന്മാർക്ക് 503 ക്ഷണക്കത്തുകൾ അയച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ റാങ്കുള്ള സ്ഥാനാർത്ഥിക്ക് CRS സ്കോർ 742 ലഭിച്ചു. എക്സ്പ്രസ് എൻട്രി സിസ്റ്റം നറുക്കെടുപ്പ് റൗണ്ടിന്റെ തീയതി 2025 ജൂൺ 23 ആയിരുന്നു. അതേസമയം ടൈ ബ്രേക്കിംഗ് റൂൾ തീയതി 2025 മെയ് 30 ആയിരുന്നു. എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വഴി PR-ന് അപേക്ഷിക്കാൻ വേണ്ട റാങ്ക് 503 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കുമെന്നാണ് അർത്ഥം. ഒന്നിലധികം സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ സ്കോർ ഒരേപോലെയുണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുകൾ സമർപ്പിച്ച തീയതിയും സമയവും അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. അപേക്ഷകന്റെ പ്രായം, വിദ്യാഭ്യാസം, ബാക്ക്ഗ്രൗണ്ട്, തൊഴിൽ, ഭാഷാ പ്രാവീണ്യം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ അപേക്ഷകരെയും തരംതിരിക്കുന്നതും ഓരോ നറുക്കെടുപ്പിന് പരിധി ക്രമീകരിക്കുന്നതും. കാനഡയിൽ ഫെഡറൽ ഭരണകൂടം ഓരോ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിനും പരിധി ക്രമീകരിക്കുന്നത് കോംപ്രഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ്. എക്സ്പ്രസ് എൻട്രിയും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമും എന്താണെന്ന് അറിയാത്തവർക്കായി ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ രാജ്യത്ത് സ്ഥിരതാമസം തേടുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ് എക്സ്പ്രസ് എൻട്രി. ഇത് നേരിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാം അല്ല. ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം തുടങ്ങിയ വിവിധ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കാനഡയിലെ ഓരോ പ്രവിശ്യകൾക്കും ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ തിരഞ്ഞെടുക്കാനും അവരുടെ പ്രദേശത്ത് താമസിക്കാനും അനുവദിക്കുന്ന ഒരു ഇമിഗ്രേഷൻ പദ്ധതിയാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. എന്നാൽ ക്യുബക്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഉപയോഗിക്കുന്നത്. കാനഡയിൽ നിരവധി PNP സ്ട്രീമുകളുണ്ട്. എന്നാൽ ഇത് ലഭിക്കണമെങ്കിൽ അപേക്ഷകന് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കണം. ഒന്നാമതായി, അപേക്ഷകന് ഏതെങ്കിലും പ്രവിശ്യയിൽ ജോലി ഓഫർ ഉണ്ടായിരിക്കണം. ആവശ്യക്കാർ കൂടുതലുള്ള ഒരു തൊഴിലിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. പ്രവിശ്യയിൽ പഠനം നടത്തുകയോ മുൻപ് ജോലി ചെയ്ത അനുഭവമോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രവിശ്യയിൽ ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. കാനഡയിലെ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും കാനഡയിൽ സ്ഥിരതാമസമാക്കുന്നതിനും ആവശ്യമായ വിദ്യാഭ്യാസം, തൊഴിൽ പശ്ചാത്തലം, കഴിവുകൾ എന്നിവയുള്ള ജീവനക്കാർക്ക് വേണ്ടിയാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം സൃഷ്ടിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, സംരംഭകർ, നൈപുണ്യമുള്ള ജീവനക്കാർ അല്ലെങ്കിൽ പ്രഗത്ഭരായ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സവിശേഷമായ കുടിയേറ്റ പദ്ധതികൾ ഓരോ പ്രവിശ്യയ്ക്കും പ്രദേശത്തിനുമുണ്ട്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി കാനഡയിൽ PR ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിങ്ങൾക്ക് മികച്ച ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അതിൽ തെറ്റുകളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വർക്ക് എക്സ്പീരിയൻസ്, ഭാഷ, നിങ്ങളുടെ വയസ്സ്, കാനഡയിൽ നിങ്ങൾക്ക് ലഭിച്ച തൊഴിൽ ഓഫറുകൾ എന്നിവ ശരിയാണോ എന്ന് വായിച്ച് വീണ്ടും ഉറപ്പുവരുത്തണം. കൂടാതെ നിങ്ങളുടെ പ്രൊഫൈലിന് അനുയോജ്യമായ ഒരു പ്രവിശ്യ തിരഞ്ഞെടുക്കണം. ആ പ്രദേശത്തിന്റെ സ്ട്രീം എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായി പരിശോധിക്കണം. ആവശ്യമെങ്കിൽ ഭാഷാ പ്രാവീണ്യം തെളിയിക്കണം. അപേക്ഷാ പ്രക്രിയയിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കണം. പ്രവിശ്യയിൽ താമസിക്കാൻ ഇഷ്ടമാണെന്ന ഇൻട്രസ്റ്റ് കൃത്യമായി തെളിയിക്കുകയും വേണം. ഇതിനു മുൻപ് ജൂൺ 10 ജൂൺ 2 പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം നറുക്കെടുപ്പ് നടത്തിയത്. ജൂൺ 10 തെരഞ്ഞെടുത്ത വിദേശ പൗരന്മാർക്ക് 125 ക്ഷണക്കത്തുകൾ അയച്ചു. അതിൽ ഏറ്റവും കുറഞ്ഞ റാങ്കുള്ള സ്ഥാനാർത്ഥിക്ക് 784 എന്ന CRS സ്കോർ ലഭിച്ചു. ജൂൺ 2 പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി തെരഞ്ഞെടുത്ത യോഗ്യരായ വിദേശ പൗരന്മാർക്ക് 277 എക്സ്പ്രസ് എൻട്രി ഇൻവിറ്റേഷനുകൾ നൽകി. ഏറ്റവും താഴ്ന്ന റാങ്കുള്ള സ്ഥാനാർത്ഥിക്ക് 726 എന്ന CRS സ്കോറും ലഭിച്ചു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.